ഇത്തവണ വടക്കൻ കേരളത്തിൽ BJPക്ക് അനുകൂലമായി കിട്ടാൻ പോകുന്ന ഒരു അപ്രതീക്ഷിതമായ മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. ഒരുപക്ഷെ കോഴിക്കോട് നോർത്ത് വിജയിക്കുമെന്ന് ആരും കരുതിയിരിക്കില്ല. ഈവൻ BJPയുടെ സംഘാടകർ പോലും അത്ര വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഒരു മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. എന്നാൽ BJPയുടെ യുവ സ്ഥാനാർത്ഥി മഹിളാ നേതാവ് നവ്യ ഹരിദാസ് ജയിക്കാൻ കഴിയുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിജയിപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണത്. പലതവണ ചന്ദ്രശേഖരക്കുറുപ്പ് കോഴിക്കോട് ഒന്നാം മണ്ഡലത്തിൽ നിന്ന്, അന്ന് ഒന്നാം മണ്ഡലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ജയിച്ചിരുന്നു. 1977-ലും 80-ലും 82-ലും ഒക്കെ CPM സ്ഥാനാർത്ഥിയായിട്ടാണ് ചന്ദ്രശേഖരക്കുറുപ്പ് ജയിച്ചത്. അതേപോലെ തന്നെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ CPM നേതാവുമായിരുന്ന M ദാസൻ 87-ലും 96-ലും ഒക്കെ M ദാസനാണ് ജയിച്ചത്. പിന്നീടാണ് UDFന് വേണ്ടി A സുജനബാല ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 99-ലും 2001-ലും ഒക്കെ തന്നെ സുജനബാലാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. പക്ഷെ പിന്നീട് വീണ്ടും അത് CPMന്റെ കൈകളിലേക്ക് പോവുകയായിരുന്നു. A പ്രദീപ് കുമാർ 2011-ലും 2016-ലും അതേപോലെ തന്നെ 2006-ലും 2006, 2011, 2016 3 തവണ തുടർച്ചയായിട്ട് A പ്രദീപ് കുമാറാണ് അവിടെ ജയിച്ചത്. പിന്നീട് ജയിച്ചതാണ് തോട്ടത്തിൽ രവീന്ദ്രൻ, ഇപ്പോഴത്തെ MLA തോട്ടത്തിൽ രവീന്ദ്രൻ. പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലൊക്കെ, അതായത് 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിൽ BJP നിർണായകമായ ശക്തിയായിട്ട് ഉയർന്നു വന്നിരുന്നു. 22.5% വോട്ടാണ് BJPക്ക് 2016-ലും 2021-ലും ലഭിച്ചത്. ഇത്തവണ ഒരു 5-8% വോട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റും. അതിനുള്ള അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കോഴിക്കോട് നോർത്തിലെ 15 കോർപ്പറേഷൻ വാർഡുകളിൽ BJP വളരെ ശക്തമായ സാന്നിധ്യമാണ്. 7 വാർഡുകളിലെ കൗൺസിലർമാർ BJPക്കാരാണ്. 8 വാർഡുകളിൽ BJP 2ാം സ്ഥാനം, തൊട്ടടുത്ത വോട്ടുകൾക്ക് 2ാം സ്ഥാനത്താണ്. അതേപോലെ നിരവധി വാർഡുകളിൽ BJP ശക്തമായ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഏതാണ്ട് മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം വാർഡുകളിലും BJPക്ക് അതിശക്തമായ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് LDFനെ ജയിപ്പിച്ചിരുന്നത് മുസ്ലിം വോട്ട് പതുക്കെ LDFിലേക്ക് ചാഞ്ഞതാണ്. ഏതാണ്ട് 30-35% മുസ്ലിം വോട്ടാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലുള്ളത്. ഇത് കുറേ കാലമായിട്ട് LDFിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇത്തവണ പക്ഷേ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് UDFിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം CPMന് മുസ്ലിം വോട്ട് കിട്ടില്ലെന്നല്ല. CPMന് ശക്തമായ സ്വാധീനമുള്ള മുസ്ലിം പോക്കറ്റുകളുണ്ട്. ആ മുസ്ലിം പോക്കറ്റുകളിൽ നിന്നുള്ള വോട്ടുകൾ CPMന് തന്നെ അല്ലെങ്കിൽ LDFന് തന്നെ ലഭിക്കുന്നു. പക്ഷേ LDFന് കിട്ടിക്കൊണ്ടിരുന്ന, ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും എന്നുള്ളതാണ് ഒരു ഘടകം. അതേപോലെ തന്നെ ഈഴവ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ വളരെ നല്ല രീതിയിൽ BJPയിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത്തവണ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. BJPയുടെ നേതൃത്വം പറയുന്നത് 40,000-ൽ കുറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 45,000, 46,000 വോട്ട് നവ്യ ഹരിദാസിന് കിട്ടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ തോട്ടത്തിൽ രവീന്ദ്രന് കിട്ടിയിരുന്നത് 59,124 വോട്ടാണ്. അതായത് 42.98%, ഏതാണ്ട് 43% വോട്ടാണ് തോട്ടത്തിൽ രവീന്ദ്രൻ കിട്ടിയിരുന്നത്. അത് ഏതാണ്ട് 5-5.5% വോട്ട് കുറവാണ് തൊട്ടു മുമ്പ് A പ്രദീപ് കുമാറിന് കിട്ടിയതിനേക്കാൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം CPMന്റെ വോട്ട് എത്രയും താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ CPMന്റെ അണികൾ, ശക്തരായ അനുഭാവികൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. പക്ഷെ അവരൊന്നും തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത, അതായത് അതൃപ്തരായ പാർട്ടി അണികൾ, CPMന്റെ നേതൃത്വത്തിൻ്റെ തെറ്റായ പോക്കിൽ പ്രതിഷേധമുള്ള, പാർട്ടിയോട് കൂറുള്ള ആളുകൾ തന്നെ, പാർട്ടിയുടെ നേതൃത്വവുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ, അവരൊക്കെ തന്നെ BJPക്ക് വോട്ട് ചെയ്യാനാണ് സാധ്യത. അതേപോലെ തന്നെയാണ് UDFിനകത്തും കാണാൻ കഴിയുന്നത്. കാരണം പൊതുവെ ഇത്തവണ UDF ഒരു മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നൊരു നിലപാടാണ് UDF എടുത്തിരിക്കുന്നത് എന്നുള്ളത് UDFിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ട്. ആ ഒരു ചെറിയ തോതിലുള്ള അതിർത്തിയും നവ്യ ഹരിദാസിന് അനുകൂലമായിട്ട് വരും. അതേപോലെ തന്നെ യുവതലമുറയുടെ, കാരണം അവരൊന്നും വളരെ കടുത്ത കക്ഷി രാഷ്ട്രീയത്തിൽ, കാരണം നേരത്തെ UDFിലും LDFിലും ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലൊക്കെ ഉള്ള ഇപ്പോഴത്തെ തലമുറ, പഴയ തലമുറയിലെ ആളുകൾ, ആ ആളുകൾ കടുത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെയല്ല.
ആ പുതിയ തലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നവ്യ ഹരിദാസിൻ്റേത്. കാരണം അവരൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഒരു IT കമ്പനിയിൽ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്നവർ. ആ ജോലി ഉപേക്ഷിച്ചാണ് അവർ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 3ാമത്തെ തവണയാണ് അവരിപ്പോൾ ജയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരി, ഒരു ടെക്കി എന്നുള്ള രീതിയിലൊക്കെ തന്നെ, അതേപോലെ തന്നെ കോഴിക്കോട്ടുകാർക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള നാട്ടുകാരിയായിട്ടുള്ളൊരു യുവതിയാണ് നവ്യ ഹരിദാസ്. മറ്റ് രണ്ടുപേരെയും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടി സ്വീകാര്യമായിട്ടുള്ള കാൻഡിഡേറ്റാണ്. അതേപോലെ തന്നെ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടി അണികൾക്കിടയിലൊക്കെ വളരെ സ്വീകാര്യമാണ്. അവരെ ഏറ്റവും കൂടുതൽ പ്രാപ്തയാക്കിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യമാക്കിയത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചിരുന്നു, അതേപോലെ തന്നെ വയനാട്ടിൽ നിന്ന് ജയിച്ചിരുന്നു. അദ്ദേഹം ഉത്തർപ്രദേശിലെ സീറ്റ് നിലനിർത്തുകയും വയനാട് സീറ്റ് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ K. സുരേന്ദ്രനാണ് മത്സരിച്ചതെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചത് നവ്യ ഹരിദാസ് ആയിരുന്നു. അങ്ങനെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു വനിതയാണ് നവ്യ ഹരിദാസ്. ഒന്ന് നവ്യ ഹരിദാസിന് നല്ലൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കേരളത്തിലെ ബൈപോളർ പൊളിറ്റിക്സിന് അന്ത്യം വരുത്തുന്ന രീതിയിൽ ശക്തമായൊരു ത്രികോണ മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത്. ഒരു പക്ഷേ BJPയുടെ പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ BJPയുടെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത്, നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കോഴിക്കോട് നോർത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തതുകൊണ്ട്. കാരണം കഴിഞ്ഞ തവണ BJPയുടെ ഒരു വോട്ട് ബേസ് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ അവർ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ നോക്കുന്ന സമയത്ത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച മണ്ഡലമാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേരിയ വോട്ടിന് തോറ്റ സ്ഥലമാണ്. നേമത്താണെങ്കിൽ BJP മുമ്പൊരിക്കൽ ജയിച്ച സ്ഥലമാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ 59 വോട്ടിനും 730 വോട്ടിനൊക്കെ മാത്രം തോറ്റ സ്ഥലമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പരിഗണന കൊണ്ടാണ് ഈ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ പാലക്കാടാണെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു ചരിത്രം പറയാതെ തന്നെ പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് വളക്കൂറുള്ള മണ്ണിൽ കേരളത്തിലെ RSS പ്രവർത്തനം തുടങ്ങിയ സ്ഥലം എന്ന് പറയാവുന്ന ചാലപ്പുറം ഒക്കെ ഉള്ള കോഴിക്കോട് നഗരം, ആ കോഴിക്കോട് നഗരത്തിൽ നിന്ന് BJPക്ക് ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നവ്യ ഹരിദാസ് ജയിക്കുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്.